ഈ മാസം 27-ാം തീയതി മുതൽ കേരളത്തിലെ റേഷൻ കട ഉടമകൾ അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഒഴിവാക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതാണ് സാർ ഈ സബ്മിഷൻ. റേഷൻ വിതരണം നടത്തുന്ന ലൈസൻസികൾ വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് പൊതുവിതരണ മേഖല. പൊതുസമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട സേവനം നിർവഹിച്ചു വരുന്ന ഒരു വിഭാഗമായ ചില്ലറ റേഷൻ വ്യാപാരികൾ ഇന്ന് വളരെയേറെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുകയാണ്. റേഷൻ ലൈസൻസിയും സെയിൽസ്മാൻ അടക്കം ഏകദേശം 25,000-ലേറെ കുടുംബങ്ങൾ ഈ മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള പ്രതിഫലം വാങ്ങിയിട്ടാണ് ഡീലർഷിപ്പ് അവർ നിലവിൽ നടത്തിക്കൊണ്ടു പോകുന്നത്. അത് വലിയ കടബാധ്യതയിലേക്ക് അവരെത്തുന്നതിന് സാഹചര്യം ഒരുക്കുന്നു. കഴിഞ്ഞ 7 വർഷം മുമ്പാണ് അവരുടെ വേതന പാക്കേജ് സർക്കാർ അംഗീകരിച്ചത്. അന്ന് അത് 6 മാസത്തിനകം പുനഃപരിശോധിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ 4268 കടകളോളം 10,000-നും 20,000-നും ഇടയിലുള്ള വരുമാനം വാങ്ങിയാണ് അവർ നിലനിൽക്കുന്നത്. ഭീമമായ കടവാടക, സെയിൽസ്മാൻമാരുടെ വേതനം, വൈദ്യുതി ചാർജ്, വിവിധ ലൈസൻസ് ഫീസുകൾ ഇത് കഴിഞ്ഞാൽ റേഷൻ കട ഉടമകൾക്ക് തുച്ഛമായിട്ടുള്ള വരുമാനം പോലും ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വേതന പാക്കേജ് പുതുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുച്ഛമായിട്ടുള്ള വേതനം ഇപ്പോൾ 2 മാസത്തോളം മുടങ്ങിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാസാമാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. കേന്ദ്ര ഗവൺമെൻറ് പുതുതായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന DBT സമ്പ്രദായം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഈ സ്കീം കേരളത്തിൽ നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് സർ ഈ സബ്മിഷൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം വിശദമായിട്ടുള്ള റിപ്പോർട്ട് മറുപടി ഞാൻ ടേബിൾ ചെയ്യാം. ഞാൻ അതിൻ്റെ പ്രധാന ഭാഗം സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. 4 ഡിമാൻഡുകളാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അതിൽ 2 ഡിമാൻഡുകൾ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ എന്ന നിലയിൽ തന്നെ അത് സ്വാഗതം ചെയ്യുന്ന വിഷയങ്ങളാണ്. കാരണം ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നതാണ് ഒരു ഡിമാൻഡ്. റേഷൻ വ്യാപാരികൾ ഉന്നയിച്ചിട്ടുള്ള മറ്റൊരു ഡിമാൻഡ് കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ 2 ഡിമാൻഡുകളും സർക്കാർ സ്വാഗതം ചെയ്യുകയാണ്. നിലവിലെ കമ്മീഷൻ പാക്കേജ് പരിഷ്കരിക്കുക, കമ്മീഷൻ അതാത് മാസം തന്നെ നൽകുക എന്നിവയാണ് മറ്റ് 2 ഡിമാൻഡുകൾ. ഈ 2 ഡിമാൻഡുകളെയും പൂർണ്ണമായി തള്ളിക്കളയുന്ന നിലപാടല്ല സംസ്ഥാന സർക്കാരിനുള്ളത് എന്ന കാര്യം ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. സർക്കാരിൻ്റെ നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്ന മുറയ്ക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഡിമാൻഡുകളാണിവ. അനിശ്ചിതകാലം സമരം പ്രഖ്യാപിച്ച് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി നൽകിയ നോട്ടീസ് പരിഗണിച്ച് 20/1/2025 റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ സംഘടനാ നേതാക്കളെ അറിയിച്ചതാണ്. ഈ സബ്മിഷൻ ഉന്നയിച്ച ബഹുമാനപ്പെട്ട അംഗവും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നതാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. സർ, ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു മറുപടി ഞാൻ ഇതിനെ ടേബിൾ ചെയ്യുന്നു. ഈ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ സമയം കൂടി കണ്ടെത്തി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ്. ഈ സാഹചര്യത്തിൽ സമരത്തിന് പിന്മാറണമെന്നുള്ള അഭ്യർത്ഥന.